എഡിഫേസർ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്കു സ്വാഗതം. KYC ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. മ്യൂച്വൽ ഫണ്ടുകളിൽ KYC നിർബന്ധവും അതിന്റെ പ്രാധാന്യവും. KYC എന്നത് നോ യോർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ KYC നിർബന്ധമാണ്. നിക്ഷേപകന്റെ വ്യക്തിത്വവും വിലാസവും തെളിയിക്കുന്ന പ്രക്രിയയാണിത്. പാൻ കാർഡ്, ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് നിക്ഷേപകൻ KYC പ്രക്രിയ പൂർത്തിയാക്കണം. ഇതിലൂടെ പണം വെളുപ്പിക്കൽ, തട്ടിപ്പ്, ഭാവി നിർഭാഗ്യങ്ങൾ എന്നിവയെ തടയാൻ ഫണ്ട് ഹൌസുകൾക്ക് കഴിയും. കൂടാതെ നിയന്ത്രണ ഏജൻസികൾക്ക് നിയമാനുസൃതമായ നിക്ഷേപം ഉറപ്പാക്കാനും സഹായിക്കുന്നു. KYC ഇല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്യാൻ കഴിയില്ല. അതിനാൽ നിക്ഷേപകർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രക്രിയ നിർവഹിക്കേണ്ടതാണ്. KYC നോ യോർ കസ്റ്റമർ എന്നത് ഒരു നിയമപരമായ നിർബന്ധിത നടപടിയാണ്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റർമാരെ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നതിന് മുമ്പ് അവരുടെ തിരിച്ചറിയൽ രേഖകളും മറ്റും ഉറപ്പുവരുത്തേണ്ടുന്നത് ആവശ്യമാണ്. KYC എങ്ങനെ സഹായിക്കുന്ന നിക്ഷേപകരുടെ സംരക്ഷണം. ഒരാളുടെ ഒഫീഷ്യൽ രേഖകൾ വഴിയുള്ള തിരിച്ചറിയൽ, തട്ടിപ്പ്, സാമ്പത്തിക ഫ്രോഡ് എന്നിവ തടയുന്നു. സാമ്പത്തിക സുതാര്യത, പണമിന്റെ ഉറവിടം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇതുവഴി കള്ളപ്പണ ഇടപാട് തടയുവാൻ പറ്റുന്നു. സൗകര്യപ്രദമായ നിക്ഷേപം, സീപ്പ്, റിഡംഷൻ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവയ്ക്ക് KYC ആവശ്യമാണ്. നിയമപരമായ പശ്ചാത്തലം. ആക്ടും FIUINDന്റെയും പങ്ക്. 2002 പാസാക്കിയ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും KYC നിർബന്ധമാണ്. PMLAന്റെ ലക്ഷ്യം കള്ളപ്പണം, ഭീകരവാദ ഫണ്ടിംഗ്, അനധികൃത ഇടപാടുകൾ എന്നിവ തടയുക എന്നതാണ്. സംശയാസ്പദമായ ഇടപാടുകൾ, വലിയ തുകയുള്ള ഇടപാടുകൾ എന്നിവനു റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആരാണ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്? ഇന്ത്യ സാമ്പത്തിക മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഏജൻസിയാണ്. അത് ചെയ്യുന്നത് സാമ്പത്തിക ഇടപാടുകൾ വിശകലനം ചെയ്യുക, സംശയാസ്പദ ഇടപാടുകൾ നിരീക്ഷിക്കുക, അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക എന്നിവയൊക്കെയാണ്. ഇന്ത്യയിൽ സെബി അംഗീകൃത KYC രജിസ്ട്രേഷൻ ഏജൻസികൾ എന്ന് പറയുന്നത് 6 കമ്പനികളാണ്. ക്യാൻസിന്റെ നിയന്ത്രണത്തിലുള്ള CAMSCRA, CDSLന്റെ CVL-CRA, NSDLന്റെ NDML-CRA, NSEയുടെ NSE-CRA, കർവിയുടെ കർവി-CRA, CAMS, FinServ-CRA എന്നിവയാണ്. CRA എന്നാൽ KYC രജിസ്ട്രേഷൻ ഏജൻസി എന്നാണ്. നിങ്ങളുടെ പാൻ നമ്പർ ഉപയോഗിച്ച് ഇവയിലൂടെ KYC സ്റ്റാറ്റസ് പരിശോധിക്കാം. KYC ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, പാൻ കാർഡ്, ആധാർ കാർഡ്, അതോടൊപ്പം ഇൻകം ടാക്സ് സൈറ്റിലുള്ളതുപോലെ അതേ ഓർഡറിൽ ചെയ്യുക. അതേപോലെ IPV ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ എന്നത് KYC പ്രക്രിയയിലെ നിർബന്ധമായ ഘടകമാണ്. അതായത് IPV ചെയ്യാൻ യോഗ്യത ഉള്ള ഒരാൾ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുക എന്നത്. ആയതിനാൽ KYC എന്നത് ഒരു നിയമപരമായ കാര്യമാണ്. ഇത് നിങ്ങളുടെ സമ്പത്തിന്റെ ഉറവിടവും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള ഒരു പ്രക്രിയ. അന്ന് ഇതിന്റെ പിൻബലം PMLA ആക്ട് 2002 FIUIND നിരീക്ഷണവും ഉള്ളതാണ്. ആയതിനാൽ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ആവശ്യപ്പെടുമ്പോൾ KYC രേഖകൾ സമർപ്പിച്ചു ഇത് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.